തൊടുപുഴയിൽ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ അടിച്ചു തകർത്ത സംഭവത്തിൽ റിമാൻഡിലുള്ള സഹപാഠികൾക്ക് ജാമ്യം നൽകരുതെന്ന കുടുംബം. മർദ്ദനത്തിന് ശേഷം ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രായപൂർത്തിയാകാത്ത ഒന്നാം പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. ഒന്നാം പ്രതിയെ മുതിർന്ന ആളായി പരിഗണിക്കണമെന്നുള്ള റിപ്പോർട്ട് നൽകാൻ പോലീസും നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ആ വിദ്യാർത്ഥിയെ മുതിർന്ന ആളായി തന്നെ കാണണമെന്ന് പോലീസ് റിപ്പോർട്ട് നൽകാൻ ഒരുങ്ങുമ്പോൾ അത്ര ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങൾ കൂടി പുറത്തുവരുന്ന സാഹചര്യവുമുണ്ട്. വിവരങ്ങൾ എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. നിലവിൽ ഒന്നാം പ്രതി പ്രായപൂർത്തിയാകാത്തയാളാണ്. 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ നിലവിൽ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ മർദ്ദനത്തിനിരയായ ആ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇവർ ഈ സംഭവം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒന്നാം പ്രതിയെ മുതിർന്നയാളായി കണക്കാക്കണമെന്ന് അല്ലെങ്കിൽ പരിഗണിക്കണമെന്ന് കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിന് വേണ്ട മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. നിലവിൽ ഈ അണക്കര സ്വദേശിയായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് ജനനേന്ദ്രിയം തകർത്ത കേസിൽ പ്രായപൂർത്തിയായ രണ്ട് സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ റിമാൻഡിലാണ്. ഇവർക്ക് ഈ റിമാൻഡിലുള്ള സഹപാഠികൾക്ക് ജാമ്യം നൽകരുത് എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അത്രത്തോളം ക്രൂരമർദ്ദനത്തിനാണ് ഈ കുട്ടി ഇരയായത്. ഇതിനുശേഷം ഈ ഭീഷണി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പ്രതികൾ കൂടി പുറത്തിറങ്ങിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ കൂടുതൽ കുട്ടിയെ വീണ്ടും ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളൊരു ഭയം ഈ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റ് പ്രായപൂർത്തിയായ രണ്ട് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും മറ്റു ഒന്നാം പ്രതിയായിട്ടുള്ള കുട്ടിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്നാം പ്രതി പ്രായപൂർത്തിയായിട്ടുള്ള ആളായി അല്ലെങ്കിൽ മുതിർന്ന ആളായി പരിഗണിക്കണം എന്നൊരാവശ്യം എന്തായാലും കുടുംബം മുമ്പോട്ട് വച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്.